ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നയും ഒ.പി. ജിൻഡാൽ ഗ്രൂപ്പ് സിഇഒയുമായ സാവിത്രി ജിൻഡാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിസാർ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് സാവിത്രി ജനവിധി തേടുന്നത്. ബി.ജെ.പിയുടെ കുരുക്ഷേത്ര എം.പി നവീൻ ജിൻഡാലിന്റെ മാതാവ് കൂടിയാണ് സാവിത്രി ജിൻഡാൽ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ അവസാന ദിവസമായിരുന്നു സാവിത്രി പത്രിക സമർപ്പിച്ചത്. ബി.ജെ.പി സീറ്റ് നിഷേധിച്ചതിനു പിന്നാലെയാണ് സ്വതന്ത്രയായി മത്സരിക്കാനുള്ള തീരുമാനം. ഹരിയാന മന്ത്രിയും ഹിസാറിലെ സിറ്റിംഗ് എം.എൽ.എയുമായ കമൽ ഗുപ്തയാണ് എതിർ സ്ഥാനാർത്ഥി. ഹിസാറിന്റെ വികസനത്തിനും മാറ്റത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്ന് പത്രിക സമർപ്പിച്ചതിനു ശേഷം ജിൻഡാൽ പറഞ്ഞു. ഹിസാറിലെ ജനങ്ങൾ എൻ്റെ കുടുംബമാണ്. ഓം പ്രകാശ് ജിൻഡാൽ ഈ കുടുംബവുമായി എൻ്റെ ബന്ധം സ്ഥാപിച്ചു. ജിൻഡാൽ കുടുംബം എപ്പോഴും ഹിസാറിനൊപ്പം ഉണ്ടായിരുന്നു. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ജീവിക്കാനും അവരുടെ വിശ്വാസം നിലനിർത്താനും ഞാൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധയാണ്, അവർ കൂട്ടിച്ചേർത്തു. ഹിസാർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ബി.ജെ.പി കമൽ ഗുപ്തയെയാണ് രംഗത്തിറക്കുന്നത്. ഭരണകക്ഷിക്കെതിരെ മത്സരിക്കുന്നത് കലാപമാകില്ലേ എന്ന് മാധ്യമപ്രവർത്തകർ സാവിത്രി ജിൻഡാലിനോട് ചോദിച്ചപ്പോൾ അതങ്ങനെ കാണേണ്ട, എൻ്റെ മകന് വേണ്ടി മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തിയത്, ഞാൻ ബി.ജെ.പിയിൽ അംഗത്വമൊന്നും എടുത്തിട്ടില്ല, ഇതായിരുന്നു അവരുടെ മറുപടി. സാവിത്രിയുടെ ഭർത്താവും ജിൻഡാൽ ഗ്രൂപ്പ് സ്ഥാപകനുമായ ഓം പ്രകാശ് ജിൻഡാൽ 3 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിസാറിൽ നിന്ന് വിജയിച്ചിരുന്നു. 2005-ൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിക്കുമ്പോൾ ഭൂപീന്ദർ സിംഗ് ഹൂഡ സർക്കാരിലും മന്ത്രിയായിരുന്നു. ഭർത്താവിന്റെ മരണശേഷമാണ് സാവിത്രി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. ഹിസാർ മണ്ഡലത്തിൽ നിന്നും 2 തവണ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് സാവിത്രി. 2005-ൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചാണ് ആദ്യമായി നിയമസഭയിലെത്തിയത്. 2009-ൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട സാവിത്രി ജിൻഡാൽ 2013-ൽ ഭൂപീന്ദർ സർക്കാരിൽ മന്ത്രിയായിരുന്നു. 2014-ലും മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് നവീൻ ജിൻഡാൽ ഉൾപ്പെടെയുള്ള ജിൻഡാൽ കുടുംബം കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേരുന്നത്. ഇക്കുറി നാമനിർദ്ദേശ പത്രികയിൽ സാവിത്രി നൽകിയ കണക്കുകൾ പ്രകാരം ആകെ ആസ്തി 270.66 കോടി രൂപയാണ്. 2009-ലെ തെരഞ്ഞെടുപ്പിൽ ആസ്തി 43.68 കോടി രൂപയായിരുന്നു. 2014-ലെ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വത്ത് 113 കോടി വർദ്ധിച്ചു. ഫോബ്സ് മാഗസീന്റെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ ശതകോടീശ്വരിയായ ഏക വനിത സാവിത്രിയാണ്. ഈ കഴിഞ്ഞ ആഗസ്റ്റിൽ ജിൻഡാൽ ഗ്രൂപ്പിന്റെ ആസ്തി $39.5 ബില്യൺ കണക്കാക്കപ്പെടുന്നത്. ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും ധനികരായ സ്ത്രീകളിൽ 1-ാം സ്ഥാനത്തേക്ക് സാവിത്രി എത്തി. ഇന്ത്യയിലെ 10 ശതകോടീശ്വരന്മാരിൽ ഒരാളും സാവിത്രിയാണ്.